തുറന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. വ്യത്യസ്തമായ വിഷയങ്ങൾ നമ്മുടെ ചർച്ചയിൽ ഉൾപ്പെടുത്താൻ പ്രേക്ഷകരായ നിങ്ങളുടെ പ്രചോദനങ്ങൾ വളരെ സഹായകമാണ്. പതിവ് പോലെ ഇന്നും നമ്മളോടൊപ്പം വിൻസേഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. കൂടാതെ ഇന്ന് നമ്മളോടൊപ്പം വളരെ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് അതിഥികൾ കൂടിയുണ്ട്. ഇരിഞ്ഞാലക്കുട രൂപത പോട്ട ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിലെ മാതൃവേദി അംഗങ്ങൾ. എല്ലാ അമ്മമാരെയും നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഏറെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. സിസ്റ്റർ, സ്ത്രീകളിലുണ്ടാകുന്ന ഈ പീരീഡ്സുമായി ബന്ധപ്പെട്ട് ആ കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ സ്ത്രീകളിൽ വളരെയധികം മാനസികമായ സംഘർഷങ്ങളിലേക്ക് വഴിതിരിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചായാലോ ഇന്നത്തെ നമ്മുടെ ചർച്ച? തീർച്ചയായിട്ടും സ്ത്രീകൾ മാത്രമായിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം, വ്യത്യസ്തമായിട്ടുള്ള ഏജിലുള്ളവരുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ത്രീജന്യ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ തീർച്ചയായിട്ടും ഒരു സ്ത്രീയായി ജനിച്ചതിലൊക്കെ അഭിമാനിക്കുന്നവരാണ് നമ്മൾ. ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാനുള്ള ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഒരു ഗർഭപാത്രം ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട്, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രസന്നതയും സൗകുമാര്യതയും അതിൻ്റെ ഒരു തീഷ്ണതയൊക്കെ ആയിട്ട് ജീവിക്കേണ്ടവരാണ് സ്ത്രീകൾ. എനിക്ക് തോന്നും പുരുഷന്മാരെക്കാൾ കൂടുതൽ പവർഫുള്ളായിട്ട് ജീവിക്കേണ്ടവരാണ് സ്ത്രീകൾ. ഒരു സ്ത്രീയാണ് കുടുംബത്തിൻ്റെ വിളക്ക് എന്നൊക്കെ കവികളൊക്കെ പറഞ്ഞു വച്ചിരിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ മുഖമൊന്ന് മങ്ങിയാൽ കൂടെയുള്ളവരുടെ മുഖവും മങ്ങും, അല്ലേ? നമ്മുടെ കൈകാലുകൾക്ക് അല്പം തളർച്ച അനുഭവപ്പെട്ടാൽ നമ്മുടെ കുടുംബത്തിലും പല കാര്യങ്ങൾക്കും തകരാറുകളുണ്ടാകും. നമുക്ക് മാനസികമായിട്ടുള്ള ഒരു നല്ല ആരോഗ്യം ഇല്ല എന്നുണ്ടെങ്കിൽ അത് കുടുംബത്തെ ബാധിക്കും, സമൂഹത്തെ ബാധിക്കും, സഭയെ ബാധിക്കും. അപ്പോൾ ഇത്രയേറെ പ്രാധാന്യം അർഹിക്കുന്ന വ്യക്തികളായിരിക്കുന്ന നമ്മളെ ഒന്ന് മനസ്സിലാക്കാനും നമ്മളിൽ ഉണ്ടാകുന്ന ശാരീരികമായിട്ടുള്ള ചില ഘടനാപരവും ഫങ്ഷണൽ ആയിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ അറിയണം. അതോടൊപ്പം തന്നെ ഇതെന്തൊക്കെയാണെന്ന് മറ്റുള്ളവരും അറിയേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്, അല്ലേ? ഇപ്പം ഞാൻ ഓർക്കുകയാണ്, ഇതുപോലെ ഈ ആർത്തവ കാലഘട്ടത്തെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ ഒരു ഡിസ്കഷന് വേണ്ടിയിട്ട് കുറച്ച് അമ്മമാർ വന്നിരിക്കുന്നൊരു വേദി. അപ്പോൾ ഇങ്ങനൊരു കാര്യം പറയാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് തന്നെ എല്ലാവരുടെയും മുഖത്ത് ഭയങ്കര ചമ്മലായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടു. പക്ഷെ ഇന്ന് അങ്ങനെ വലിയ ചമ്മലൊന്നുമില്ല. കാരണം ഇന്നത്തെ ഒരു സോഷ്യൽ മീഡിയ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അധികം മൂടുപടങ്ങളൊന്നും ഇല്ലാതെ അവതരിപ്പിക്കുന്നുണ്ട്. നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സജീവമായിട്ടും ഓപ്പണായിട്ടും ചർച്ചയ്ക്കിടുന്നുണ്ട്, അല്ലേ? പണ്ടൊക്കെ ഒരു ആർത്തവ കാലം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ പതുക്കെ അതിന് ചില കോഡ് ഭാഷകളൊക്കെയാണ്. പലപ്പോഴും നമ്മുടെ സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ ആണെങ്കിൽ കോഡ് ഭാഷകളിലൂടെയൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് അതിനെല്ലാം ആ മറകളെല്ലാം നീക്കിയിട്ട് ഇത് സ്വാഭാവികമായിട്ടും ശാരീരികമായിട്ടും നമുക്കുണ്ടാകുന്ന ഒരു മാറ്റമാണെന്നും ഇപ്പം പ്രകൃതിയിൽ കാണുന്ന പ്രതിഭാസങ്ങളോടൊപ്പം അല്ലെങ്കിൽ നമ്മുടെ കാലാവസ്ഥ വ്യതിയാനങ്ങളെ പോലെ തന്നെ നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണെന്നൊക്കെ ഇന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ശാസ്ത്രീയ തലത്തിലുള്ള പഠനങ്ങൾ ഏറെയുണ്ട്. ഇതിന് വളരെ പ്രധാനമായിട്ടും നമ്മുടെ വൈദ്യശാസ്ത്ര രംഗത്തും മനഃശാസ്ത്ര രംഗത്തെല്ലാം ഇതിനെ കൂടുതലായിട്ട് വിശകലനം ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് തന്നെ നമുക്കിതിനെ കൈകാര്യം ചെയ്യാം. ടീച്ചർ ചോദിച്ചതുപോലെ തന്നെ ഈ ഒരു ആർത്തവ കാലവും അതിനോടനുബന്ധിച്ചുള്ള കാലഘട്ടങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ മാനസിക ശാരീരിക അവസ്ഥകൾക്ക് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു വ്യത്യാസങ്ങൾ ഇവർക്കായിരിക്കും കൂടുതൽ നമുക്ക് തീർച്ചയായിട്ടും ഞാൻ അതാ ചോദിക്കാൻ വന്നത്. കാരണം നല്ല കളർഫുള്ളായിട്ടുള്ള സാരിയൊക്കെ എടുത്ത് നല്ല വർണ്ണശബളമായിട്ട് പൂക്കളെ പോലെയൊക്കെ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കും. അമ്മമാരെന്ന നിലയ്ക്ക് നിങ്ങൾക്ക് അതിനെ എങ്ങനെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്? നമ്മുടെ കുട്ടികൾക്ക് പീരീഡ്സ് ആവാൻ പോകുന്ന അല്ലെങ്കിൽ പീരീഡ്സ് ആകാൻ പോകുന്ന സമയത്ത് നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ, അവർക്ക് അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ എല്ലാം ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് സിസ്റ്റർ വിശദീകരിക്കാമോ?
തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇക്കാലഘട്ടത്തിൽ നമ്മളെക്കാൾ കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള എല്ലാ സിംറ്റംസും ലക്ഷണങ്ങളും ഇതെന്താ ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു മാധ്യമ വിഷ്വൽ അതായത് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന മാധ്യമങ്ങളിലൂടെയെല്ലാം നമ്മുടെ മക്കൾ പഠിച്ചു കഴിഞ്ഞു. എങ്കിലും ഒരമ്മ എന്ന നിലയ്ക്കാണ് ഒരു മകളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പം ഇന്ന് പണ്ടൊക്കെ നമ്മളോട് പറഞ്ഞ് തന്നിരുന്ന പോലെ അയ്യോ അങ്ങനെ അത് വലിയൊരു സംഭവമാണ്, പിന്നെ ഇങ്ങനെയൊന്നൊക്കെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, മറ്റു പ്രത്യേകിച്ച് പുരുഷന്മാരായിട്ട് മിണ്ടാൻ പാടില്ല, എവിടെയെങ്കിലും അടുത്തിരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു തന്നിരുന്നത് പോലെ ഇന്നത്തെ മക്കളോട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ പുച്ഛിക്കും. കാരണം അവർക്ക് അറിയേണ്ടത് ഈ ഒരു സമയത്തുണ്ടാകുന്ന ചേഞ്ചസിനെ അവരെങ്ങനെ തരണം ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് അമ്മമാർക്ക് അറിയാനായിട്ട് സാധിക്കും, പെൺകുട്ടികൾക്ക് നമ്മളൊരു പ്യൂബർട്ടി ഏജ് എന്നൊക്കെ പറയുന്നത് ഒരു 12-13 ഇയേഴ്സ് മുതലാണ്, അതായത് ഒരു 12-13 വയസ്സ് മുതലാണ്. പക്ഷേ ഇന്ന് പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് നേരത്തെ തന്നെ ഇതേപോലെയുള്ള ഒരു മെൻസ്ട്രൽ പ്രീമെനാർക്കെ എന്ന് നമ്മൾ പറയും, അതായത് ഒരു മെൻസ്ട്രേഷൻ കാര്യങ്ങളിലേക്ക് കടന്നു വരുന്നത് വളരെ ഏർലി ആകുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളൊക്കെയാണ് അതിലേക്ക് വഴിതെളിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ജനറ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങളുമൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പം അമ്മമാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇത് എന്താണ്, അതായത് നമ്മുടെ ശരീരത്തിൽ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്, ഇതെന്തിനുള്ള ഒരു ഒരുക്കമാണ് എന്നുള്ളൊരു കാര്യം ആദ്യം അവളോട് പറഞ്ഞു കൊടുക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു സമയത്ത് ഫിസിയോളജിക്കൽ അപ്പിയറൻസിൽ ഉണ്ടാകുന്ന ചില ചേഞ്ചസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ പെൺകുട്ടികൾക്ക് അതൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ചോദിക്കുന്നതിന് മുമ്പേ തന്നെ പറയുക. പിന്നീട് അഷ്യൂർ ചെയ്യേണ്ട ഒരു കാര്യം പറയുക, എനിക്കും, അതായത് അമ്മമാർക്കും നിങ്ങളുടെ ചേച്ചിക്കും അല്ലെങ്കിൽ ആൻറ്റിക്കും എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ്, ഒരു സ്ത്രീ ആയിരിക്കുമ്പോഴേ അവർക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിലാണ് ദൈവം അവരുടെ അവയവങ്ങളെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ആദ്യമേ അതിനെ മനസ്സിലാക്കുക, അക്സെപ്റ്റ് ചെയ്യുക. അതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ വീട്ടിലെ പെൺകുട്ടികൾക്കാണെങ്കിലും ഇതുപോലെയുള്ളൊരു കാര്യം പറഞ്ഞു കൊടുത്തിട്ട് അവരതുപോലെ മനസ്സിലാക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അതോ അതിനെ അവർ വിട്ടുകളയുന്നതായിട്ടാണോ തോന്നുന്നത്? സിസ്റ്റർ, അതെ. നമ്മൾ ഈ പീരീഡ്സിൻ്റെ സമയങ്ങളിലേ അവരുടെ മൂഡ് പെട്ടെന്ന് ചേഞ്ച് ആവും, ഭയങ്കരമായിട്ട് ദേഷ്യം വരാ, സങ്കടം വരാ, ഒരുമാതിരി കുറേ പേരിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ട് അങ്ങനെ വരുന്നത്? തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരു ആർത്തവകാലത്തുണ്ടാകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ ഗർഭപാത്രം ഒരു കുഞ്ഞിന് പാകമാകുന്ന രീതിയിൽ ഒരു അണ്ഡം മച്ചുറായി പക്വമായി പുറത്തേക്ക് വരുന്നു. പക്ഷേ അത് ഒരു സംയോജനത്തിലൂടെ ഭ്രൂണമായി തീരുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യത്തെ പുറത്തേക്ക് കളയുന്ന ഒരു പ്രക്രിയയാണ്, ശരീരത്തിൻ്റെ ഒരു പ്രക്രിയയാണ് നമ്മൾ ഈ ഒരു ആർത്തവം അല്ലെ മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് ഫിസിയോളജിക്കലായിട്ടുള്ള ചേഞ്ചസിനോടൊപ്പം തന്നെ നമ്മുടെ ഹോർമോണിൽ കുറച്ച് ചേഞ്ചസുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീ ഹോർമോണായ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ കാര്യങ്ങളിലൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, അതായത് തലച്ചോറിലുള്ള ചില കെമിക്കലുകളുണ്ട്, അത് ഡോപ്പമൈൻ, സെറട്ടോണിൻ എന്നൊക്കെ പറയുന്ന കെമിക്കലുകളിലും ചില ചേഞ്ചസ് വരുന്നുണ്ട്. അവിടെയാണ് ഈ ഇറിറ്റബിലിറ്റി, ആങ്കർ, അതായത് ഒരു ദേഷ്യം വരുന്ന പ്രകൃതം ഒക്കെ വരുന്നത്. ഇവിടെ ഇപ്പം എനിക്ക് തോന്നുന്ന ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വളരെ ഗ്ലോബലൈസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു മെൻസ്ട്രൽ പീരീഡിൻ്റെ ഒരു സമയത്ത്, അല്ലെ പ്രീ മെൻസ്ട്രൽ, അതായത് പീരീഡ്സ് ഉണ്ടാകുന്നതിന് ഒരു 1 വീക്ക് ബിഫോർ ഒക്കെ ഓരോരുത്തരുടെയും ശാരീരിക അവസ്ഥയിൽ, മാനസികാവസ്ഥയിൽ ഒത്തിരി മാറ്റങ്ങൾ വരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ ഒത്തിരി ഗ്ലോബലൈസ് ചെയ്ത് അതിനാഘോഷിക്കപ്പെടുന്നുണ്ട്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ, ഇന്നത്തെ ജനറേഷനിലെ കുട്ടികളിലാണ് ഈ മൂഡ് സ്വിങ്സ് എന്നുള്ള വേർഡ് തന്നെ യൂസ് ചെയ്ത് കാണുന്നത്. ഇത് വീട്ടിൽ പറയുമ്പോൾ അമ്മമാർ പറയുന്നത്, ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾക്ക് ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, നിങ്ങൾക്ക് മാത്രം എന്തൊരു പ്രത്യേകത എന്നൊക്കെ പറയുന്ന വീടുകളും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ ഒരു ഫുഡ് ഹാബിറ്റിന്റെ ഒക്കെ ഒരു പ്രശ്നമാണോ ഇത്, അല്ലെങ്കിൽ പണ്ടും ഇങ്ങനെ ഉണ്ടായിരുന്നോ? പണ്ടും ഉണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വേറെയായിരുന്നു. ഓക്കെ, ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ ഇങ്ങനത്തെ ഒരു കാര്യം പ്രത്യേകിച്ച് നോക്കിക്കേ, ഇങ്ങനത്തെ ഒരു കാര്യം പൊതുരംഗത്ത് വന്നിരുന്ന് ചർച്ച ചെയ്യാനും അല്ലെ വേറൊരാളോട് ഷെയർ ചെയ്യാനും ഒക്കെ പറ്റുന്ന രീതിയിലൊരു
ഓപ്പൺനെസ്സിലേക്ക് കടന്നു വന്നു. അല്ലേ, പണ്ട് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മമാരോട് ചെന്ന് പെൺമക്കൾ ഇങ്ങനെ പതുക്കെ അടുക്കം പറയാം, ഇങ്ങനെ ചെന്ന് വേഗം പറയാനായിട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് അമ്മമാര് പറയും മിണ്ടാതിരിക്കുക, അച്ഛൻ കേൾക്കും അതെ, എന്നൊക്കെ ഇത് പറയും. വളരെ രഹസ്യമായിട്ട് അമ്മയും മകളും മാത്രമായിട്ട് ഒതുങ്ങുന്ന ഒരു അപ്പൊ എന്തോ കാര്യം. രഹസ്യാത്മകത നിറഞ്ഞ എന്തോ വലിയ കാര്യമായിട്ടാണ് കണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഹൈജീനിക്കിലും അതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതിന് ഉപയോഗിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ആണെങ്കിലും കൃത്യമായിട്ട് വാഷ് ചെയ്യാനോ വേണ്ട രീതിയിൽ അത് ഉണക്കി സൂക്ഷിക്കാനോ ഒന്നും സാധിക്കാതെയൊക്കെ ഇരുന്ന് പല രീതിയിലുള്ള ഇൻഫെക്ഷനൊക്കെ അടിച്ചിട്ടുള്ള പല കേസുകളും ഉണ്ട്. കാരണം നമ്മൾ ഈ ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചില ജേർണലിൽ വായിക്കാനിടയുണ്ടായേക്കുന്ന കാര്യമാണ്, പണ്ട് കാലത്ത് സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള ഒരു മെൻസ്ട്രൽ പീരീഡുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന അണുബാധകളിലേക്കാൾ ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറേ കുറവുണ്ട്. കാരണം കുറച്ചുകൂടിയൊക്കെ സ്റ്റെറൈലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാനായിട്ടൊക്കെ തുടങ്ങി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന കാര്യം ഈ ഒരു മൂഡ് സ്വിങ്സ് വെരി റെലവൻ്റ് ആണത്. ടീച്ചർ ചോദിച്ചോളൂ. നമ്മുടെ കാലത്ത് എനിക്കൊക്കെ എങ്ങനെയായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പെയിൻ, വൊമിറ്റിംഗ് ടെൻഡൻസി, അതുപോലെ ശാരീരികമായിട്ടുള്ള ഭയങ്കര അസ്വസ്ഥത. പക്ഷെ അങ്ങനെ ഒരു 3-4 ദിവസം നമുക്ക് എന്താ പറയുക, വല്ലാത്തൊരവസ്ഥയിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷെ അത് വീട്ടിലുള്ളവർ മനസ്സിലാക്കുന്നില്ല, അവർക്ക് ഇതിനെപ്പറ്റി അറിയുന്നുമില്ല. ഇപ്പം ഇതിന് കല്യാണം കഴിഞ്ഞതിന് ശേഷമായാലും ഹസ്ബൻഡായാലും അല്ലെങ്കിൽ അവർക്കൊന്നും ഇതൊന്നും മനസ്സിലാവുന്നില്ല തുടക്കത്തിലൊന്നും. ഇത് അങ്ങനെയുള്ളൊരു ഇതാണ്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാലഘട്ടത്തിലായാലും മക്കളുടെ കാലങ്ങളിലായാലും അതിനൊക്കെ ഒരു അവയർനെസ് ഉണ്ടായി കഴിഞ്ഞാൽ നല്ലതാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം വിവര സാങ്കേതിക വിദ്യകൾ, അതുപോലെ തന്നെ വൈദ്യശാസ്ത്ര രംഗത്ത് വരുന്ന അഭൂതപൂർവമായിട്ടുള്ള മാറ്റങ്ങളെല്ലാം ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പഠന വിധേയമാകുന്നുണ്ട്, ഗവേഷണങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ പണ്ട് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അനുഭവിക്കുന്ന ആ എക്സ്പീരിയൻസ് വേയിൽ ആൻഡ് എക്സ്പ്രഷൻ വേയിൽ മാറ്റങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ വേദനയൊക്കെ ഉണ്ട്, പക്ഷേ അപ്പോൾ അമ്മ പറയും കുറച്ച് ജീരകവെള്ളം കുടിക്ക്, ഉലുവ വെള്ളം കുടിക്ക്, കുറച്ച് ചൂട് പിടിക്ക് എന്നൊക്കെ പറയും. എന്നിട്ട് ആരും കാണാതെ ഏതെങ്കിലും ഒരു മുറിയിൽ കൊണ്ടേ ആക്കും. അപ്പോൾ ശ്വാസവും കിട്ടാതെ പിന്നെ വെട്ടവും ഇല്ല വെളിച്ചവും ഇല്ല. അവിടെ ഇത് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു അനുഭവം എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നാം. എനിക്ക് 2 ആൺകുട്ടികളാണ്. പക്ഷേ ഇതുപോലെ തന്നെ വളരെ അമിതമായിട്ടുള്ള പെയിൻ അനുഭവിക്കുന്ന ഒരാളാണ് പീരീഡ്സ് ടൈമിൽ ഫസ്റ്റ് ഡേ. പക്ഷെ ഇന്ന് കാരണം 16-12 വയസ്സുള്ള മക്കളാണ് അവർ. പക്ഷെ ഇന്ന് എന്നെക്കാളും അധികം കൃത്യമായിട്ട് ആ ഡേറ്റും അമ്മയ്ക്ക് എന്തൊക്കെയാണ് ആ സമയത്ത് വേണ്ടതെന്നും കൃത്യമായിട്ട് അറിയുന്നത് അവർക്കാണ്. അപ്പം പെൺകുട്ടികൾ മാത്രം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ ഒരിക്കലും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. കാരണം അമ്മയ്ക്ക് എന്ത് വെള്ളമാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ട്രീറ്റ് ചെയ്യേണ്ടത് ആ ടൈമിലെന്ന് കൃത്യമായിട്ട് അവർക്ക് അറിയാം. അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ പൊതുവേദികളിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, ഇത് മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിക്കൽ മാനുവൽ, അതായത് ഞങ്ങൾ റെഫർ ചെയ്യുന്ന ഇതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള ബുക്കിൽ പോലും DSM-5 പോലും ഈ ഒരു PMS ആൻഡ് PMDD എന്ന് പറയുന്നത്, അതായത് പ്രീ മെനിസ്ട്രൽ സിംറ്റം ആൻഡ് പ്രീ മെനിസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള, അതായത് ഈ പെയിനും ഇറിറ്റബിലിറ്റിയും നമുക്കുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളെയൊക്കെ കൃത്യമായിട്ട് ഞങ്ങൾ പഠിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇങ്ങനൊരു ആൾ വന്നു കഴിഞ്ഞാൽ ഇതാണ് സംഭവം എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ ഒരു സമയത്ത് ഇപ്പോൾ ഫിസിയോളജിക്കലായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് മാറ്റിവെക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, ഇപ്പോൾ പുതിയ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഡേറ്റ് കുറച്ചുകൂടിയൊക്കെ പ്രൊലോങ് ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രീ ടൈം ആക്കാനൊക്കെ ആയിട്ടുള്ള പല മെത്തേഡ്സുകളും ഉണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് ആരോഗ്യത്തിന് അത്ര നല്ലതല്ല, ഹാനികരം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ യങ് ജനറേഷൻ അത് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉപയോഗിക്കാനൊക്കെ ആയിട്ട് നമ്മുടെ കുട്ടികൾ ഇന്ന് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയ ഒരു കേസിൽ പെൺകുട്ടി പറഞ്ഞൊരു കാര്യമാണ്, സിസ്റ്റർ ഞാൻ ഈ മെൻസ്ട്രൽ കപ്പ് കാര്യങ്ങൾ വീട്ടിലേക്ക് ഓർഡർ ചെയ്ത് വരുത്തുകയാണ് ചെയ്തത്. അത് കൊണ്ടുവന്ന് ആമസോണിൻ്റെ ഡെലിവറി ബോയ് തന്നു. ഇതൊക്കെ വാങ്ങിച്ച് ഞാൻ വീട്ടിനകത്തേക്ക് കയറി. അപ്പോൾ അമ്മ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. അപ്പം പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്ന, അതായത് ജോലിയുണ്ട്, പൈസ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്.
അപ്പോൾ അമ്മ പറഞ്ഞു, ഇതൊക്കെ ഇങ്ങനെ ഒരു സാധനമൊക്കെയാണോ നീ ഇങ്ങനെ ഓർഡർ ചെയ്ത് മേടിക്കുന്നത്? അപ്പോൾ നമ്മുടെ അമ്മമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിൽ പല കാര്യങ്ങളും ഇതൊക്കെ നമ്മുടെ മക്കൾ ഓർഡർ ചെയ്തും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം ഓപ്പണായിട്ട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഒന്ന് ചിന്തിക്കേണ്ടതൊക്കെ ആയിട്ട് ഉണ്ട്. പിന്നീട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഇറിറ്റബിലിറ്റി, ആങ്കർ, അതായത് മെൻ്റൽ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളെയാണ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഉള്ളത്. ഇപ്പം നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു ആർത്തവ കാലം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ഇപ്പം എല്ലാവർക്കും ഒരേപോലെ ഡിസ്ഫോറിക് ഡിസോർഡർ എന്നൊക്കെ പറയുന്നത്, അതായത് മൂഡ് ഡിസോർഡറിൻ്റെ ഒരു വേഴ്സൺ കണ്ടീഷനാണ്. പക്ഷേ അമിതമായിട്ടുള്ള പെയിൻ ആയിരിക്കും ആ ഒരു സമയത്ത്, ഡിസ്റ്റർബൻസ് ആയിരിക്കും, ആങ്സൈറ്റി കൂടാനായിട്ട് ചാൻസസ് കൂടുതലാണ്. ഇതോടൊപ്പം തന്നെ ഞാൻ കാണുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഹൈജീനിക് റിലേറ്റഡ്. നമ്മൾ ഈ OCD എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവുമല്ലോ, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്നൊക്കെ പറയുന്നത്, അതായത് വൃത്തി, മെന, വെടിപ്പ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഒരു സമയത്ത് വൃത്തി കാര്യങ്ങളിൽ, വൃത്തി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അമിതമായിട്ടുള്ള ഒരു ആങ്സൈറ്റി ഉണ്ടാകുന്നത് പോലെയൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഓർക്കുന്നത്, ഞങ്ങൾ റെഫർ ചെയ്യുന്ന ബുക്കുകളിൽ ഇല്ലാത്ത കാര്യങ്ങൾ പോലും ഇപ്പോൾ പല കാര്യങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കൂടുതലും ഈ കുറച്ചുകൂടി ഇങ്ങനത്തെ കാര്യങ്ങൾ ഓപ്പൺ ഡിസ്കഷനിലേക്ക് വരുന്നത് കൊണ്ടും കൂടിയാണെന്ന് തോന്നുന്നു. പിന്നെ സിസ്റ്ററെ, അതായത് പീരീഡ്സിന്റെ കാലഘട്ടം, അതായത് പ്രായമാകും തോറും നമുക്ക് പ്രശ്നങ്ങൾ കൂടി കൂടി വരികയാണ്. അപ്പം നമ്മുടെ ശാരീരികവും മാനസികമായ സന്തോഷം, നമ്മൾ വീട്ടമ്മമാരാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലും ജോലിക്ക് പോകുന്നവരാണെങ്കിലും അത് മാത്രമായിട്ട് ഒതുങ്ങി പോവുകയാണ്. സ്വന്തമായിട്ടൊരു സന്തോഷത്തിനോ ശാരീരികമായ ഒരു വ്യായാമത്തിന് പോലുമുള്ള സമയം അവർ കൊടുക്കുന്നുമില്ല, അവർക്കത് കിട്ടുന്നുമില്ല. അവസാനം നമ്മുടെ മാധവിക്കുട്ടിയുടെ ഒരു കഥയുണ്ട്, കോലാട് എന്ന് പറഞ്ഞ്. അതായത് അമ്മയെ ഒരു പട്ടുസാരി ഉടുത്ത് വരാം, എന്നാലും അമ്മയെ ഒന്ന് കൊണ്ടുപോകുമോ സ്കൂളിലേക്ക്, ഒരു കുട്ടിയോട് ചോദിക്കുന്നുണ്ട് അമ്മ, എന്നെ ഒന്ന് കൊണ്ടുപോകുമോ, ആർട്സ് ഡേക്ക് എന്നെ കൊണ്ടുപോകുന്നു. പക്ഷെ അമ്മയ്ക്ക് കോലാടിൻ്റെ മുഖമാണെന്ന് പറയുന്നത്. കാരണം നമ്മൾ കണ്ണാടി പോലും നോക്കാൻ മറന്നു പോകുന്ന അമ്മമാരാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പം നമ്മുടെ ഒരു ആരോഗ്യത്തിന് വളരെ പ്രാധാന്യമില്ലേ? അതായത് ഇങ്ങനത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തമായിട്ടുള്ളൊരു സന്തോഷവും ആരോഗ്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഈ ആർത്തവ കാലത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പ്രീമെനിസ്ട്രൽ സിംറ്റത്തെക്കുറിച്ചോ അല്ലെങ്കിൽ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അതൊരു ഫിസിയോളജിക്കൽ ചേഞ്ചസ് ആണ്, മാറ്റമാണ്. അതിന് നമുക്ക് ഒത്തിരി മാറ്റി വെക്കാനോ ഇല്ലാന്ന് വെക്കാനോ പറ്റില്ല. അവിടെ നമുക്ക് വേണ്ടത് ഈ ഒരു പ്രോബ്ലം ഫോക്കസ്ഡ് അപ്രോച്ച് എന്നതിനേക്കാൾ സൊല്യൂഷൻ ഫോക്കസ്ഡ് അപ്രോച്ചാണ്. ഇതിനെ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും? അപ്പോൾ ഇവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ലൈഫ് സ്റ്റൈൽ ഓറിയൻറ്റേഷനിലേക്ക് നമ്മൾ വരേണ്ടത്. കാരണം പലപ്പോഴും എനിക്ക് ഈ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ കേസസ് കിട്ടുമ്പോൾ പെൺകുട്ടികളിലാകാം, കൂടുതലും വിവാഹം ചെയ്ത സ്ത്രീകളിലുണ്ടാകുന്ന ദേഷ്യം, ആങ്കർ ഔട്ട്ബേസ്റ്റ് ആണ്. ഇവളോടൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകുന്നില്ല, പിന്നെ ചുമ്മാതെ ഇരുന്ന് കരയുന്നു, ഡിപ്രഷനാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരും. അപ്പം സിംറ്റംസ് നോക്കുമ്പോൾ ഡിപ്രഷൻ്റെയാണ്. കാരണം വിഷാദ രോഗത്തിൻ്റെതായിട്ടുള്ള ചില സിംറ്റംസ്, ഉറക്കം പ്രശ്നമാകുന്നു, പെട്ടെന്ന് അനാവശ്യ കാര്യങ്ങൾക്ക് കരയുന്നു, ഒരാൾ പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് പുറത്തേക്ക് പോയി, അല്ലെ കുട്ടികൾ പുറത്തേക്ക് പോയി, പിന്നെ ആദ്യം വ്യാധിയോ, അയ്യോ എപ്പോൾ വരും, എന്തെങ്കിലും സംഭവിക്കുമോ, അതുകൊണ്ട് ഇവരെ വിടാതിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ചേഞ്ചസ് വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ഇത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. നമ്മൾ ബോർഡൊന്നും വെച്ചിട്ടല്ലോ, അതെ എനിക്ക് ഇങ്ങനെ പീരിയഡ്സിൻ്റെ സമയമാണ് കേട്ടോ, ഞാൻ ഇങ്ങനെ വൾണറബിളായിട്ട് നിൽക്കുവാണ്, എന്നെ ഒന്ന് കെയർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലല്ലോ. അപ്പോൾ ഇത് ചിലപ്പോൾ മനസ്സിലാക്കാൻ കുടുംബാംഗങ്ങൾക്കും സാധിച്ചെന്ന് വരില്ല. അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ ഒരു സെൽഫ് കെയറിൻ്റെ ഒരു ആവശ്യം. അപ്പോൾ പലപ്പോഴും നമുക്ക്, പ്രത്യേകിച്ച് നമുക്ക് സ്ത്രീകൾക്കുള്ള ഒരു ദുശീലം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, നമ്മളെ നോക്കാറില്ല പലപ്പോഴും. എന്നുവെച്ചാൽ നോക്കുന്നവരൊട്ടും ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, ചിലർ അതിന് അഡിക്റ്റായിപ്പോയി, സ്വന്തം കാര്യങ്ങൾക്ക് അഡിക്റ്റായിപ്പോയി, വീട്ടുകാരുടെ കാര്യങ്ങൾ ചെയ്യാത്തവരും ഉണ്ട്. എങ്കിൽ പോലും ഒരു മെജോറിറ്റി എന്താണ്, മറ്റുള്ളവർക്ക് വേണ്ടി ഉരുകിത്തീരുന്ന ഒരു സഹന ദീപമായിട്ടൊക്കെ നമ്മൾ മാറുന്നുണ്ട്. മാറരുതെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ കുറച്ച് സമയം നമുക്ക് വേണ്ടിയിട്ട് വേണം, ഒരു മീ ടൈം. അതായത് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്കുമാണ് ഒരു ചേച്ചി എൻ്റെ അടുക്ക് വന്ന ചേച്ചി എന്നോട് പറഞ്ഞ, സിസ്റ്റർ എനിക്ക് എൻ്റെ സമയം എന്ന് പറയുന്നത് ഒരു 7 മണി തൊട്ട് 8:30 വരെ സീരിയലിൻ്റെ ടൈമാണ്. സീരിയൽ ടൈം അല്ല ഞാൻ ഉദ്ദേശിച്ചത്. കാരണം സീരിയലിലൂടെ എനിക്ക് തോന്നുന്നത് ഓക്കെ, നല്ല സാരിയൊക്കെ ഉടുക്കാനും ആഭരണങ്ങൾ ഇടാനും ഒന്ന് ഒരുങ്ങി നടക്കാനൊക്കെയുള്ളൊരു പ്രചോദനം കിട്ടും. പക്ഷെ പലപ്പോഴും
പല സീരിയലുകളുടെയും ഒരു ധാർമ്മിക വശം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം ഞാനിവിടെ ഇരുന്ന് ഇനി സീരിയലിനെ കുറിച്ച് പറഞ്ഞു എന്ന് പറയണ്ട. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, അമിതമായിട്ടുള്ള ചില അതിപ്രസരണങ്ങൾ, അതായത് സ്ത്രീകളുടെ ഇപ്പം വിമൻ എംപവർമെന്റ് കൊള്ളാം, പക്ഷേ സ്ത്രീയാണെല്ലാം എന്ന് പറയുന്ന ഒരു ഹൈ പത്തോളജിക്കൽ ഫെമിനിസ്റ്റ് ആസ്പെക്ട് നല്ലതല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് നമ്മൾ ഈ സീരിയൽ കണ്ട് എൻ്റർടൈം എടുക്കുവല്ല. ടീച്ചർ പറഞ്ഞ പോലെ എക്സസൈസ്, നമ്മളിൽ എത്ര പേര് എക്സസൈസ് ചെയ്യുന്നുണ്ട്? നമുക്ക് അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ടൈം സ്കെഡ്യൂൾ ഉണ്ടോ? വൈകുന്നേരങ്ങളിൽ നമ്മുടെ വീട്ടിൽ ഇപ്പം പുരുഷന്മാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആൺകുട്ടികളുണ്ടെങ്കിൽ അവർ പുറത്തേക്ക് പോകും, കളിച്ചിട്ട് വരാം കേട്ടോ. അല്ലെങ്കിൽ അവർ കോർട്ടിലേക്ക് പോകുന്നു, അവർക്ക് മറ്റു കുട്ടികളുമായിട്ട് അവരുടെ പ്രായത്തിലുള്ളവരുമായിട്ടൊക്കെ സംസാരിച്ചിരിക്കാനൊക്കെ പോകുന്നു. ഒരു ടെൻഷൻ വരുന്നു, അവർ ഡ്രൈവ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തോ ഒരു സ്ട്രെസ് ഉണ്ട്, പുറത്തു പോയി ഒരു ചായ കുടിക്കുന്നു. നമുക്ക് പറ്റുന്നുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ ഇപ്പം പുറത്തു പോയി ചായ കുടിക്കാൻ പറഞ്ഞതല്ല സിസ്റ്റർ, പക്ഷേ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ ഒന്ന് നോക്കണം. ഇപ്പോൾ ചില കുടുംബ പ്രശ്നങ്ങളൊക്കെ ആയിട്ട്, പ്രത്യേകിച്ച് ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ ഭർത്താക്കന്മാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, സിസ്റ്റർ കല്യാണമൊക്കെ കഴിക്കുമ്പോൾ ഈ കോലമൊന്നും അല്ലായിരുന്നു, ഇതിപ്പോൾ നോക്കിക്കേ ഉപ്പുമാങ്ങാ ഭരണി പോലെയായി. നമ്മളെ നോക്കുന്നില്ല. ഇത് ഈ മധ്യപ്രദേശമൊക്കെ വീർത്ത് വയറൊക്കെ ചാടി നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഈ ഭർത്താവ് എന്ന് പറയുന്ന ആള് പിന്നെയും ചുള്ളനായി കൊണ്ടിരിക്കുകയാണ്. കാരണം പുള്ളി എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഡയറ്റ് നോക്കുന്നുണ്ട്, ഇതെല്ലാം ഉണ്ട്. സ്ത്രീകൾ എന്താ ചെയ്യുന്നത്? വീട്ടിൽ മിച്ചം വരുന്നത് മുഴുവനും ഫ്രിഡ്ജിലുള്ള കാര്യം. അയ്യോ, ഫ്രിഡ്ജിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് കഴിക്കുക അല്ലേ? പല അമ്മമാരുടെയും കാര്യങ്ങൾ ഞാൻ ഓർത്തു പോകുവാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കും, പക്ഷെ നമ്മുടെ ഡയറ്റ് ആരും ശ്രദ്ധിക്കാറില്ല. അതുപോലെ തന്നെ ജിമ്മിലൊക്കെ പോകുന്നത് വളരെ മോശമായിട്ട് കാര്യമായിട്ടാണ് സ്ത്രീകള്. അതൊക്കെ വളരെ നമ്മുടെ ഒരു താഴ്ന്ന ചിന്താഗതിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ചില പുതിയ നയങ്ങളൊക്കെ രൂപീകരിച്ചു വരണം. നമുക്കൊരു സമയമൊക്കെ വേണം അല്ലേ? നമ്മുടെ ഒരു ടൈം ടേബിൾ, നമ്മൾ കുട്ടികൾക്ക് ടൈം ടേബിൾ ഉണ്ടാക്കി കൊടുക്കും. അതുപോലെ തന്നെ കുട്ടികൾക്ക് നല്ല ഡയറ്റ് ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുക്കും. നമ്മളോ? അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്ന ഈ ഒരു എപ്പിസോഡൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പ്രേക്ഷകര് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് സമയമൊക്കെ സംഘടിപ്പിക്കും. പിന്നെ നമ്മൾ സംഘടിപ്പിക്കുന്നത് തന്നെയല്ല, അല്ലെ നമ്മൾ എടുക്കുന്നത് തന്നെയല്ല, ഇതിന് നമുക്ക് കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് വേണം അല്ലേ? ഇപ്പം നമ്മൾ എക്സസൈസ് ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്കും ആയിരിക്കും കൊച്ചിന്റെ ഹോംവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത് അല്ലേ? അപ്പം അവിടെ കുട്ടിക്കാണെങ്കിലും മനസ്സിലാകണം അമ്മ കുറച്ച് സമയം എക്സസൈസ് ചെയ്യുവാണ്. അപ്പം അതിനേക്കാൾ ഈ അമ്മമാർക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ടല്ലോ, കുട്ടികളുമായിട്ട് ഒരു എക്സസൈസ് കാര്യങ്ങൾ അല്ലെ? ഇപ്പൊ ഒരു സുംബ ഡാൻസ് അല്ലെ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു എക്സസൈസ്, കാരണം നമ്മുടെ കൈകാലുകളൊക്കെ ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് തൊട്ട് അനക്കമൊന്നും ഇല്ലാതെ പിന്നെ ഇരിക്കണം. പിന്നെ ഭൂമി കുലുക്കം വരണം നമ്മുടെ കൈയും കാലൊക്കെ ഒന്ന് അനങ്ങാനായിട്ട്. അപ്പോൾ അതിലൊക്കെ ഒരു മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ഇതൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ അവതരിപ്പിക്കുന്ന ഒരു രീതിക്ക് മാറ്റം വേണം അല്ലേ? ഇപ്പോൾ ചേട്ടനോട് ചെന്നിട്ട് ഇന്നത്തെ ഞങ്ങളുടെ ഒരു ചർച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേപോലെ ഡയറ്റ് നോക്കണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഇനി ഇവിടെ എൻ്റെ ഡയറ്റുള്ള സാധനങ്ങളെ ഉണ്ടാക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചെല്ലാതെ കുടുംബത്തെ ഒരുമിച്ച് കൂട്ടാൻ പറ്റുന്ന അല്ലേ? ഇങ്ങനെ പറയത്തില്ല, ഇങ്ങനെ പെണ്ണ് മനസ്സ് വെച്ചാൽ എന്ന് പറയുന്നത് പോലെ ഒരു കുടുംബത്തെ ഒന്ന് മാറ്റാൻ, നമ്മുടെ കുടുംബത്തിന്റെ സ്കെഡ്യൂൾ ഒന്ന് മാറ്റാനായിട്ട് നമുക്ക് അതുപോലെ ഈ ഇതുപോലത്തെ ചർച്ചകൾ പുരുഷന്മാരെയും പങ്കെടുപ്പിക്കേണ്ടതായിരിക്കും. കാരണം ഇവർക്ക് നമ്മൾ പറഞ്ഞ വീടുകളിൽ എല്ലാവരും ഒരേ രീതിയിലല്ല, മനസ്സിലാവണമെന്നില്ല, അങ്ങനെയുണ്ട് പ്രശ്നം. പിന്നെ അവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ മേ ബി ചിലപ്പം ഒരു മധ്യവയസ്കരായിട്ടുള്ളവർ അല്ലെങ്കിൽ ഒരു എൽഡർലി, ഒരു എബവ് 60s പോകുന്ന പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ പറയും അതൊക്കെ സ്ത്രീകൾക്കുള്ളതല്ലേ, അതൊക്കെ അവർ നോക്കിക്കൊള്ളണം കണ്ടോളണം എന്നൊക്കെ പറയും. പക്ഷേ ഇന്നത്തെ യങ്സ്റ്റേഴ്സ് കുറേയൊക്കെ മാറി. ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഓർക്കുവാണ്, ഒരു കേസ് കണ്ടതിൽ ഓർക്കുവാണ്, ബ്രേക്കപ്പായി. അതായത് രണ്ടുപേര് തമ്മിൽ ലവ് അഫെയർ ആയിരുന്നു, പ്രേമം പൊട്ടി. അപ്പോൾ പൊട്ടാനുള്ള കാര്യം ചോദിച്ചു വന്നപ്പോഴത്തേക്ക് പെണ്ണ് പറഞ്ഞ കാര്യം, അത് എൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ, അതായത് മെൻസ്ട്രൽ ഡേറ്റ്, പീരിയഡ്സിൻ്റെ ഡേറ്റ് ഒക്കെ ഇവൻ അറിയാവുന്നതാ. സാധാരണ ഇവൻ എനിക്കൊരു ചോക്ലേറ്റ് ഒരു വിസ്പറുമായിട്ട് വരുന്നതാണ്, സംഭവം ഈ മാസം കിട്ടിയില്ല, അപ്പം ഇവന് വേറെ ആരോ ഉണ്ട്, ഞാൻ പ്രേമം പൊട്ടി, അവിടെ തേച്ചിട്ട് പോയോള്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് തന്നെ പെൺകുട്ടികളെക്കാൾ കൂടുതലായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആൺകുട്ടികൾക്ക് അറിയാമെന്ന് തോന്നുന്നു. അത് ഒരു പരിധിവരെയൊക്കെ നമുക്ക് നല്ലതാണെന്നും പറയാം. കാരണം ഒരു സ്ത്രീ അനുഭവിക്കുന്ന മാനസിക
ശാരീരിക സംഘർഷങ്ങളെക്കുറിച്ചൊരു പുരുഷൻ അറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവളെ ആ ഒരു രീതിയിൽ നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. ഞാൻ ഒരു സംഭവം ഓർത്തു പോവുകയാണ്. ഞാൻ KSRTC ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. ഞാൻ കോഴിക്കോട് ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഒരു പെരുമ്പാവൂർ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടക്ടർ, ഒരു ലേഡി കണ്ടക്ടറാണ്. കണ്ടക്ടർ ഒന്ന് ഡ്രൈവറിൻ്റെ അടുത്ത് എന്തോ പറയുന്നത് ഞാൻ കണ്ടു. അപ്പോഴത്തേക്കും അപ്പം എനിക്ക് മനസ്സിലായി കണ്ടക്ടർക്ക് എന്തോ ശാരീരികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായെന്നാണ് ഡ്രൈവറോട് പറഞ്ഞത്. ഡ്രൈവർ അതിന് ശേഷം വന്ന് ഒരു ചായക്കടയൊക്കെയുള്ള ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് പറഞ്ഞ്, ഒരു 5 മിനിറ്റ് ബ്രേക്കാണ് കേട്ടോ, അത് അത്യാവശ്യം വേണ്ടതാണെന്ന് പറഞ്ഞു. നിർത്തി. കണ്ടക്ടർ ഇറങ്ങി ചെന്നു, ചായയൊക്കെ കുടിച്ച് കയറി വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളി അസ്വസ്ഥമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് സീറ്റിൽ വന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ ഓർക്കുക ഭയങ്കര കെയറോടുകൂടിയാണ് പിന്നെ ആ ഡ്രൈവർ ഇവർ നോക്കുന്നതൊക്കെ. അപ്പോൾ ഒരു തൊഴിലെടുത്ത് പോലും പിന്നീട് ഞാൻ തൃശ്ശൂർ ഭാഗമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഭക്ഷണത്തിനൊക്കെ ഇറങ്ങാനായിട്ടൊക്കെ വന്നപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു, എന്താ പറ്റിയ സാധനം, എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് പുള്ളിക്കാരത്തി പറഞ്ഞു, സിസ്റ്റർ എനിക്ക് പീരിയഡ്സ് ആയി, അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു, സോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര പെയിൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു തൊഴിലിടത്തിൽ പോലും ഇങ്ങനെ ഒരു സ്ത്രീ ചെന്ന് ഒരു പുരുഷനോട് പറയാനും അത് മനസ്സിലാക്കാനൊക്കെ ഒരു സാധിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. പുരുഷന്മാരോട് പറയാനൊരു മടിയും കാര്യങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ അമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആൺമക്കളൊക്കെ ഉണ്ട്, ആൺകുട്ടികൾ കല്യാണം കഴിച്ച് മക്കളൊക്കെ, നിങ്ങളുടെ മരുമക്കളൊക്കെ വരുന്നൊരു സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ ആൺമക്കൾ ഈ മരുമക്കളെ നല്ല രീതിയിലൊക്കെ ഈ ഒരു സമയത്ത് കെയർ ചെയ്യുമ്പോൾ കുശുമ്പെടുക്കരുത്. അതായത് എനിക്ക് കിട്ടിയില്ല, നിന്റെ അപ്പൻ അറിഞ്ഞിട്ട് പോലും ഇല്ല എൻ്റെ പീരീഡ്സ് എന്നൊന്നും പറഞ്ഞേക്കരുത്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ അവിടെയാണ് എനിക്ക് തോന്നുന്നത് വളർച്ച ഉണ്ടാകാനായിട്ട് ചാൻസ് ഉള്ളത്. പിന്നെ ഇവിടെ പ്രത്യേകം വേറൊരു കാര്യം കൂടി നമ്മൾ പറയണം, ഇതിനെയൊക്കെ ഒരു പ്രിവിലേജസ് പോലെ എടുക്കരുത്. പ്രത്യേകിച്ച് ഇപ്പോൾ യങ്സ്റ്റേഴ്സ്, യങ് ജനറേഷൻ പെൺകുട്ടികൾ ഒരു പ്രിവിലേജ്, അതായത് ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ്. എനിക്കിങ്ങനെയാണ്, ആ ഒരു സമയത്ത് ഞാൻ പിന്നെ ഒന്നും ചെയ്യത്തില്ല, പിന്നെ ഇങ്ങനെ എന്താ പറയണേ, മിണ്ടാവ്രതമൊക്കെ എടുത്തുകൊണ്ട് അവരങ്ങനെ ഇരിക്കുന്നു, ബാക്കിയുള്ളവരെല്ലാവരും ശുശ്രൂഷിക്കണം. അതല്ല, ആ ഒരു സമയത്ത് നമുക്ക് കൂടുതൽ ഫിസിക്കൽ ആക്ടിവിറ്റി ആവശ്യമാണ്, എക്സസൈസുകൾ, കാര്യങ്ങൾ ആവശ്യമാണ്. ഇപ്പോൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് വീടുകളിലൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്ക് ആ ഒരു സമയത്ത് അയ്യോ മകളോട് ആ സമയത്ത് ഇതൊന്നും പറയാൻ പറ്റത്തില്ലായിരുന്നു സിസ്റ്ററെ, അതുകൊണ്ട് അവൾക്ക് സ്ട്രെസ് ഉണ്ടാകും. അപ്പം സ്ട്രെസ് ഉണ്ടാകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്നും പറയാൻ പാടില്ല എന്ന് പറയുന്നതല്ല, നമ്മളും പ്രത്യേകിച്ച് നമ്മുടെ യങ്സ്റ്റേഴ്സ് മനസ്സിലാക്കണം, സ്വയം തിരിച്ചറിയണം, അല്ലേ, തിരിച്ചറിയുക ഈ ഒരു സമയത്ത് ഇങ്ങനെയുള്ള ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്, ശാരീരികമായിട്ടുള്ള ഇങ്ങനെ ഒരു വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ അതിനെ ഓവർകം ചെയ്യാനുണ്ട്. ഇപ്പം വേദനകളുണ്ടെങ്കിൽ അതിനെന്താണ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് നാച്ചുറൽ റെമഡീസ് ഉണ്ട്, അതുപോലെ പ്രിപ്പയർഡ് റെമഡീസ് ഉണ്ട്. ഇപ്പം ഇങ്ങനെ ഒത്തിരി പെയിൻ കാര്യങ്ങൾ, ഡിസ്ഫോറിക് ഡിസോർഡർ എന്നൊക്കെ പറയുന്ന ഒരു ഡിപ്രസീവ് ഫീച്ചേഴ്സിലേക്കൊക്കെ പോകുന്ന രീതിയിൽ വരുന്നവരുണ്ട് എങ്കിൽ അവർക്ക് അതിന് മുൻപ് ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ പറയും ധാരാളം വെള്ളം കുടിക്കുക, ആ സമയത്ത് ഒരു എക്സ്പോഷർ ഉണ്ടാവുക, അതായത് പുറത്തേക്ക് പോവുക, അല്ലാതെ എവിടെയെങ്കിലും വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കാതെ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുക, ചില ജോലികൾ ചെയ്യുക, ശാരീരികമായിട്ടുള്ള അധ്വാനങ്ങൾ ഉണ്ടാവുക, ഡ്രൈ ഫ്രൂട്ട്സ് പോലെയുള്ള കാര്യങ്ങൾ കഴിക്കുക, അമിതമായ മസാലകൾ ഉപയോഗിക്കാതിരിക്കുക, പിന്നെ അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ് കാര്യങ്ങൾ, ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക, പിന്നെ കുറച്ചുകൂടിയൊക്കെ മാനസികമായിട്ട് സന്തോഷമായിട്ടിരിക്കുക. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള റെമഡീസ് ആണ്. ഇത് പറഞ്ഞപ്പോഴാണ് അമിത അത്യാഗ്രഹമാണോന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഞാൻ എനിക്ക് മനസ്സിൽ ആലോചിക്കുമ്പോൾ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അതായത് മോർണിംഗ് വാക്കിനൊക്കെ പോകുന്ന വീട്ടിലെ ആണുങ്ങളുണ്ട്. ഇവര് പോകുമ്പോൾ നമുക്ക് വീട്ടിൽ മക്കളെ സ്കൂളിൽ വിടണം, വീട്ടിലെ ഹസ്ബൻഡിനെ ജോലിക്ക് വിടണം, അല്ലെങ്കിൽ നമ്മൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ ആ പാചകം കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കണം, നമുക്ക് അതിനുള്ള സമയമില്ല. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ആ ഒരു സമയം ഒരുമിച്ചാണ്, ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ചാണ് ആ നടപ്പാണെങ്കിൽ അതൊരു സന്തോഷം. അതിലുപരി അതായത് ആ ഒരു എക്സസൈസ് മാത്രമല്ല, മാനസികമായിട്ടുള്ളൊരു സന്തോഷം കൂടിയാണ്. അത് കഴിഞ്ഞ് വന്നിട്ട് ഇവരൊന്ന് ഹെൽപ്പ് ചെയ്താൽ തീരാവുന്ന ജോലികളെ നമുക്ക് ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ രണ്ടുപേർക്കും അത് കുടുംബത്തിനും ഒരു സന്തോഷമാണ്, അല്ലേ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായിട്ടുള്ള പുരുഷന്മാര്, ഭർത്താക്കന്മാര്, അപ്പന്മാര്, മക്കള്, ആൺമക്കളെല്ലാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പറഞ്ഞ ഒരു പാർട്ടീഷൻ ഓഫ് ജോബ്സ് അല്ലെങ്കിൽ ഡിവിഷൻ, അത് ഒത്തിരിയേറെ സഹായകരമാകും. അതോടൊപ്പം തന്നെ ഇപ്പം വിദേശ രാജ്യങ്ങളിലൊക്കെ സ്ത്രീകളുടെ മാനസികാരോഗ്യം അല്ലെങ്കിൽ നമ്മളുടെ സുരക്ഷ എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്.
അതുപോലെ തന്നെ കുക്കിംഗ് കാര്യങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മാറ്റി വച്ചിരിക്കുന്ന ഒരു നമ്മൾ പറഞ്ഞ പ്രിവിലേജ് ഒന്നും അല്ല. അപ്പോൾ നമ്മളിവിടെ ഒരു 5 മണിക്കൂർ കുക്ക് ചെയ്തിട്ട് 5 മിനിറ്റ് കൊണ്ട് കഴിക്കും. പക്ഷെ വിദേശ രാജ്യങ്ങളിൽ അത് 5 മിനിറ്റ് കൊണ്ട് അത് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ കുക്ക് ചെയ്തിട്ട് ഇരുന്ന് സന്തോഷപൂർവ്വം കഴിക്കും. അപ്പോൾ ഇവിടെ ഒരു സ്ത്രീ സമത്വത്തിലേക്ക് അല്ലെങ്കിൽ പങ്കാളിത്തത്തിലേക്ക്, തുല്യ പങ്കാളിത്തത്തിലേക്കൊക്കെ കടന്നു വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ചില വിഷയങ്ങളെ നമുക്ക് തരണം ചെയ്യാനായിട്ടൊക്കെ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലിന് ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. നന്ദി സിസ്റ്റർ. അതുപോലെ നമ്മുടെ ചർച്ചയിൽ വളരെ പ്രസരിപ്പോടെ പങ്കെടുത്ത പോട്ട ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിലെ എല്ലാ മാതൃവേദി അംഗങ്ങൾക്കും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. ഈ വിഷയം ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ദിവസം നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും നന്ദി.